അപ്പൊ ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുണ്ട്, ഇങ്ങനെ കഴിച്ചിട്ട് രണ്ടിന്റെ ഇടയിൽ കിടന്ന് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ ചില ഉണ്ടല്ലോ. ഞാൻ എന്റെ ഒരു അനുഭവം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയൊരു സമ്പന്നന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത്, അയാളുടെ ഇറച്ചിന്നല്ല കേട്ടോ, ഒരു ഉപദേശം പറയാം. ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയം നമ്മുടെ കൂടെ ഉള്ള ഒരു പ്രായമുള്ള ഉസ്താദിനെ വിളിച്ച് വീടിന്റെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ ഈ ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ചിരിക്കും. നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, പുഞ്ചിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ വലിയ കരച്ചില്. അപ്പൊ തിരിച്ചിങ്ങനെ ഇറങ്ങി പോണ സമയത്ത് ഇങ്ങനെ ചോദിച്ചു, എന്തേ ഉസ്താദ് ഇങ്ങനെ ഒന്നുമില്ല, പാവപ്പെട്ടവൻ 2 പെണ്ണ് കെട്ടി. നമ്മള് പറയൂലേ, ശൈത്താന്റെയും കടലിനെ നടക്കുന്നവരാണോ അല്ലെ. 2 വിവാഹം കഴിച്ചിട്ട് 2ന്റെ അടുത്ത് നിന്ന് സമാധാനം കിട്ടാതെ വല്ലാത്ത ദുഃഖത്തില ആ മനുഷ്യൻ. അത് പറഞ്ഞിട്ട് നിന്ന് കരയാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ചിരിച്ചത്? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് അടക്കാറ്. ആ മനുഷ്യൻ, ഇയാള് 2 എണ്ണം കെട്ടിയ കഥ പറയുമ്പോ അങ്ങാരും 3 എണ്ണം കെട്ടിയിട്ട് സമാധാനം ഇല്ല, നെട്ടോട്ട് ഓടാ. ഇല്ല, എന്താ പറയാ, അവള് പറയലേ, 1 കാലും അന്തുള്ളവൻ 2 കാലും അന്തുള്ളവനോട് പരാതി പറയണ പോലെ. വേണ്ടപ്പ 2 പെണ്ണൊന്നും വേണ്ട, 1 എണ്ണം മതി. അതങ്ങ് നല്ലതുപോലെ ജീവിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.